കൊച്ചി ടു കോഴിക്കോട് ഇത്തിരി ലോങ് ഡ്രൈവാണ്. പക്ഷെ നമ്മുടെ മേക്കുട്ടിയിലുണ്ട് അതൊരു ഹാപ്പി ജേണിയാണ് കേട്ടോ. കൊച്ചിയിലെ ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നല്ലോണം ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി. ചായ കുടിച്ചില്ല, ഒരു ജ്യൂസും സാൻഡ്വിച്ചൊക്കെ കഴിച്ചു. അച്ഛൻ്റെയും മോളുടെയും ഈ ഒരു കോംബോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര സങ്കടം ആവാറുണ്ട്. ഞാൻ എൻ്റെ അച്ഛനെ വല്ലാണ്ട് മിസ് ചെയ്യാറുണ്ട്. ഞാനും എൻ്റെ അച്ഛനും ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു ബോണ്ട് കാണുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ വല്ലാതെ മിസ്സാവാറുണ്ട്. അങ്ങനെ ചായ കുടിയും പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഹൈവേ കൂടെയുള്ള ഒരു ഡ്രൈവ് ഒരു രക്ഷയില്ല കേട്ടോ. കേരളത്തിലെ എല്ലാ റോഡുകളും ഇതുപോലെ ആയിരുന്നെങ്കിലെന്ന് അറിയാതെ നമ്മൾ ആഗ്രഹിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളിയാണ് ഇവിടുത്തെ റോഡ്. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ സൂപ്പറാണ്. ഏകദേശം ഒരു 1.5 തെങ്ങിൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഉറപ്പായിട്ടും തലകറങ്ങും. പിന്നെ ഈ പാലം ഇങ്ങനെ നീണ്ട് നിവർന്ന് വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാട്ടോ ഇവിടെ നോക്കുമ്പോൾ. ഈ റോഡിൽ കയറിയിട്ടുണ്ടെങ്കിൽ വണ്ടി സ്പീഡാവുന്നേ അറിയില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈയിടെ ഭയങ്കര ട്രോളായിട്ടുള്ള ഒരു ടോൾ ഗേറ്റ് ആട്ടെ കാണുന്നത്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ മോഡലാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഓപ്പൺ ആവാത്തതുകൊണ്ട് ടോൾ കൊടുക്കേണ്ടി വന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. സാധാരണ ഒരു ഉച്ചയൂണ് കഴിച്ചു. പിന്നെ അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി. ഞാനും മോളും ഫ്രണ്ടിലും ബാക്കിലും കിടന്നും ഇരുന്നൊക്കെ ആയിട്ടാണ് യാത്ര ചെയ്തത്. പിന്നെ ഈ യാത്ര ചെന്ന് അവസാനിച്ചത് ഒരു നല്ലൊരു ചായക്കടയിലാട്ടോ. ഇത് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. പേരാമ്പ്രയുള്ളൊരു ചായക്കട കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഈ ചായക്കട കണ്ടിട്ടുണ്ടാവും. ഇവിടെ എപ്പോൾ വന്നാലും ഒടുക്കത്തെ തിരക്കായിരിക്കും. തിരക്കിനുള്ള മെയിൻ റീസൺ എന്താ, ഈ ചില്ലുകൂട്ടി കിടക്കുന്ന സാധനങ്ങളാട്ടോ. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒടുക്കത്തെ ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വഴി പോകുന്നവർ ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്ന